തീർത്ത് ഫാനില്ലാത്ത വെച്ച് കൊടുക്കും. വലിയ കുഴപ്പമില്ല. പക്ഷേ കാർമേഫ് ഉള്ളതുകൊണ്ട് അടിസ്ഥാനമായിട്ട് ചില സൂക്ഷ്മ ചക്രങ്ങൾ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. അത് 7, 14, 108 മർമ്മങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ചക്രങ്ങളും ഉണ്ട്. ഷഡാധാരം എന്നാ പറയാ. അപ്പോ മൂലാധാരം തൊട്ട് ആജ്ഞാചക്രം വരെയുള്ളതിനെയാ അവസാനത്തെ അതീതമായിട്ടാണ് കാണാം. അത് യൂണിവേഴ്സൽ കോൺഷ്യസ്നസിലേക്ക് പോകാൻ. അപ്പൊ അതിനെ വിശ്വചക്രമായിട്ടാണ് കാണുന്നത്. അതിനെ ആധാരമായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ യോഗാഭ്യാസം അല്ല ഇപ്പൊ പഠിപ്പിക്കുന്നൊക്കെ 7 ചക്രങ്ങൾ, പുതിയ മോഡേൺ എഡ്യൂക്കേഷൻ അത് നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല. ആധാരചക്രം നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, അതിനേക്കാളും സരളമായിട്ടാ. അടിസ്ഥാനം ഭൂമി ആണല്ലോ. നമ്മുടെയൊക്കെ ആധാരം ഭൂമിയല്ലേ, അമ്മയല്ലേ ഇത്. അത് മൂലാധാരം. മേലോട്ട് പോകുന്നൊക്കെ പിന്നെ ആലോചിക്കാം. കഴുത്തില് വിശുദ്ധ ചക്രം. ഇതെന്ത് ചക്രം? ആകാശം. ഭൂമി, മൂലാധാരം, മൂക്ക്, കഴുത്ത്, വിശുദ്ധ ചക്രം, ചെവി, സ്വരം. ഇതിന്റെ ഇടയ്ക്ക് 3 തത്വങ്ങൾ: വായു, അഗ്നി, ജലം. വായു, ജലം. കേൾക്കാവോ? വായു ആകാശത്ത് ചരിക്കുന്നു. സർവ്വം നിറഞ്ഞിരിക്കുന്ന ആകാശത്ത് വായു ചരിക്കുന്നു. ആ വായുവിന്റെ പരിവർത്തനം തന്നെ അഗ്നിയിലൂടെ പരിവർത്തനം ചെയ്ത ജലമാകുന്നു. അങ്ങനല്ലേ? വെള്ളം എന്ന് പറഞ്ഞാൽ വായു അല്ലേ? H2O എന്ന് പറയും. അങ്ങനെയല്ല, പ്രപഞ്ചത്തിലുള്ള സകല വായുക്കളും ജലത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ വായു തന്നെ ജലമായി മാറുന്നു. പരിണാമം കൊണ്ടാണ് വായു ജലമാകുന്നത്. ആ ജലത്തിന്റെ ഉറഞ്ഞ അവസ്ഥ തന്നെയാണ് ഭൂമിയ തത്വം. ആ ഭൂമിയെ വീണ്ടും ജലമാക്കി ദ്രവമാക്കി മാറ്റാൻ അഗ്നി വേണം, ഇല്ലേ? അതിനെ ലിക്വിഫൈ ചെയ്യും. അതിനെ വീണ്ടും വായുവാക്കി ആകാശത്തിൽ ലയിപ്പിക്കുന്നു. ഇത് കുണ്ടലിനി ഉത്ഥാനത്തിനുണ്ടാകുന്ന അവസ്ഥ. അപ്പൊ ആകാശത്തിരിക്കുന്ന ഭൂമി തത്വം. അതിന്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന 3 തത്വങ്ങൾ: ജലം, അതിനെ വിഷ്ണു എന്ന് നമ്മൾ വിളിക്കുന്നു, മാനേജറാ, ലൈഫാണല്ലോ. 2 അഗ്നി, ശിവൻ എന്ന് വിളിക്കും. വായു, ബ്രഹ്മാവ്, ക്രിയേറ്റീവ് പ്രിൻസിപ്പൽ, മൂവ്മെന്റ്, ചലനസത്വം. 2 ട്രാൻസ്ഫോർമേറ്റീവ് എനർജി. 1 അതിന്റെ എല്ലാം ആധാരമായിരിക്കുന്ന ഖഭ എനർജി, ഖഭോർജം. അങ്ങനെ 3 ഊർജ്ജങ്ങൾ ഇതിന്റെ അകത്ത് ചരിക്കുന്നു. ഇത് ആകാശം, വായു, വിഷ്ണു. ഇത്രയും മനസ്സിലാക്കുന്നത് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ അപ്പുറം ഉള്ളത് വേറെ തലവാ, ജ്ഞാനഖണ്ഡമാണ്. അത് ജ്ഞാന അവസ്ഥയിൽ മാത്രമേ മനസ്സിലാക്കാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ 5 ചക്രങ്ങള്. ഇതിനെ ഭൂമി, ഗഗനം, വായു, അഗ്നി, നീര്, ഭഗവാൻ എന്ന് വിളിക്കും. ഇപ്പൊ കാണപ്പെടുന്നൊക്കെ എന്താ? ഭഗവാനാ. ഇതാണ് ഫിലോസഫിയും തത്വജ്ഞാനമൊക്കെ വളരെ ക്ലിയർ ആണ്. ചുമ്മാ എങ്ങാണ്ട് ഭഗവാൻ എന്ന് വിളിപ്പില്ല. ഈ കാണുന്നതൊക്കെ ഭഗവാൻ തന്നെ. കാണുന്ന നാമരൂപാധികളായി കാണപ്പെടുന്നതൊക്കെ ഭഗവാൻ തന്നെ. ഇതെല്ലാം ഈ 5 തത്വങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്നതുകൊണ്ട് ഇതിനെ പ്രപഞ്ചം, ഈ പഞ്ചതത്വങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട് പ്രപഞ്ചമെന്നും പഞ്ചേന്ദ്രിയങ്ങളെ കൂടെ ഇതിനെ ഗ്രഹിക്കുന്നു, അല്ലേ? 5 ഇന്ദ്രിയം അല്ലാതെ ഇതിനെ ഗ്രഹിക്കാൻ വഴിയില്ല. അപ്പൊ ഇതൊന്നും ചുമ്മാ ഫിലോസഫി ഒന്നുമല്ല. യു ക്യാൻ നോ ഇറ്റ് ബൈ യുവർ സെൽഫ്. വേറെ ആരുടെയും സഹായമില്ല. സ്വയം ധ്യാനത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നൊന്നായി ഒരു ഊർജം വേറൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നതിനെ ജഗത്ത് എന്ന് വിളിക്കുന്നു. ജഗത്ത് എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. ഇപ്പൊ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്ന ഈ ചലിക്കുന്ന തത്വങ്ങൾ, ഇതിന്റെയൊക്കെ ആധാരമായി നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, ഇതിന്റെയൊക്കെ സാക്ഷിയായിരിക്കുന്ന മനസ്സ്, അതിനൊക്കെ ആധാരമായി പ്രവർത്തിപ്പിക്കുന്ന മനസ്സ്, അതിന്റെ ഊർജസ്ഥാനം. ഈ 5 ചക്രങ്ങള്, ഈ ഊർജസ്ഥാനം, അതിന്റെയൊക്കെ പുറകിൽ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ബോധസത്യമാകുന്ന ഞാനെന്നും ഈശ്വരനെന്നും ഗുരുവെന്നും വിളിക്കുന്ന സത്യം. ഇത് അധ്യാത്മത്തിൽ ഇത് അനുഭവിച്ചറിയേണ്ട തലങ്ങളിലാണ്. ബാക്കിയെല്ലാം ഭൗതികം. ഇനി മേലോട്ട് ആധ്യാത്മിക തലം. നോൺ വെജ് കഴിക്കുമ്പോ നമ്മുടെ ചക്രങ്ങളെ ആക്റ്റീവാക്കി സ്ലോ ആക്കുന്നു പറയുന്നത് ആര് പറഞ്ഞു? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഞങ്ങളുടെ രീതിയിലൊന്നും കേട്ടിട്ടില്ല. നോൺ വെജ് കഴിക്കാന്ന് വെച്ചാൽ എന്തിനാ? ഈ ആർത്തിമുത്ത് തിന്നുന്നതാണോ? അങ്ങനെയാണ് എന്ത് കഴിച്ചാലും പച്ചക്കറി കഴിച്ചാലും ഒന്നും ഉണ്ടാവും. ജീവിക്കാൻ വേണ്ടി ആരോഗ്യത്തിനാണോ കഴിക്കുന്നത്? ഒരു കുഴപ്പമുണ്ടാവില്ല. അറിഞ്ഞ് കഴിക്കണം, അവനവന്റെ പ്രകൃതി അറിഞ്ഞ്. കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ ആർത്തിമുത്ത വൈദ്യം കഴിച്ചാലും ഉണ്ടാവും. ചക്രമൊക്കെ ബാലൻസ് അങ്ങനെ ആർത്തിയില്ലേ? ആവശ്യത്തിനാണെങ്കിൽ എല്ലാം ഓക്കെ. സമ്യക്ക് എന്ന് പറയും, എല്ലാം മധ്യസ്ഥിതിയിലാവണം. നോൺ വെജ് എന്ന വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന പാലുകൾ പോലും ഇപ്പൊ നോൺ വെജ് ആയിടോ. ഈ പശുവിനൊക്കെ ഇപ്പൊ കാലിത്തീറ്റ കൊടുക്കുന്നില്ലേ? ഇതിന്റെ അകത്തൊക്കെ ഈ കോഴിപ്പൊടി അതുമൊക്കെ തല്ലി പൊടിച്ച് ചേർത്താ വരുന്നത്. ഇപ്പൊ പാല് പോലും ശുദ്ധമായിട്ട് കിട്ടാനില്ല. നോൺ വെജ് പാലാണ്. ഇവിടെ ഒന്നും ശുദ്ധമായിട്ടുണ്ടായി. ഈ കലികാലമല്ലേ, ഇരുട്ട് കയറിയിരിക്കുക. പലതും നോക്കാൻ പോയാൽ വലിയ കുഴപ്പമോ. ആരും വെക്കുന്ന എണ്ണയും
വെക്കുന്ന പച്ചക്കറികളും അരിയും ചോറിനൊക്കെ സ്വാദുണ്ട്. നിങ്ങളൊന്നും കഴിച്ചു കാണില്ല. ഞങ്ങളൊക്കെ കൊച്ചുപേര് ഉണ്ടോണ്ടിരുന്ന കുട്ടനാട്ടിലെ കുത്തരി എന്നാ സ്വാദായിരുന്നു അറിയോ. ഇപ്പൊ വേറൊന്നും വേണ്ട, ഈ കഞ്ഞിവെള്ളവും വെച്ച് അച്ചാറൊക്കെ ഉണ്ട്, എന്നാ സ്വാദ. കഴിച്ചാൽ നല്ല ബലം ഉണ്ടാവും. കറിയൊന്നും വേണ്ടായിരുന്നു. ഒരു ഗുണം വേണ്ട, കാരണം എന്താ ഗുണമുണ്ട്. ഇപ്പൊ ഒരു ഗുണമില്ല. അന്നൊരു കാലം ഉണ്ടായിരുന്നു, കറണ്ട് ഇല്ലാത്ത കാലത്തെ പറ്റി നിങ്ങൾ സങ്കല്പിക്കാൻ പറ്റുമോ? ഞങ്ങളായാലും ഭാഗ്യം കൊണ്ട് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നില്ലേ. കറണ്ട് ഇല്ല, മൊബൈൽ ഇല്ല, ടെലിഫോൺ പോലും വളരെ റെയർ ആയിട്ടൊരു സാധനമായിരുന്നു. ഇന്നത്തെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മോട്ടർ ഇല്ലായിരുന്നു, വെള്ളം കോരാൻ പോകണം, ഗ്യാസ് ഇല്ലായിരുന്നു, വിറക് വെട്ടണം, റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കണം, പച്ചക്കറി കടയിൽ പോയി ക്യൂ നിൽക്കണം, ഇങ്ങനെ ഒരു കാലമുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ കംഫർട്ട് കൂടി, ചൂടാണ്. പക്ഷെ മനുഷ്യന് ആരോഗ്യമായുസും കുറയുന്നു. അതിന്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അത് എല്ലാവരുടെയും ചോദ്യം എവിടെ ഇരിക്കുന്നത്, പലരുടെയും ചോദ്യം, ആരും ചോദിക്കുന്നില്ല. ഈ ധൈര്യമായിട്ട് കൺഗ്രാജുലേഷൻ. ഇപ്പോ ചിലരുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? ചില നോട്ടം വിട്ട് കഴിഞ്ഞാൽ നിനക്കൊരു ചൂളിപ്പ് ഉണ്ടാവാറുണ്ടോ? മനസ്സിലായി? ചിലരുടെ നോട്ടം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ചിലര് നോക്കിയാ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ നോക്കിയാൽ എനിക്ക് സന്തോഷം തോന്നാറുണ്ടോ? ഇങ്ങനെയൊക്കെ അനുഭവിക്കാറില്ലേ? ഇതൊക്കെ ഊർജ്ജങ്ങളുടെ പ്രവൃത്തിയില്ലേ? നീ ഈശ്വരാണ്, നിന്റെ മനസ്സിന് ശക്തിയില്ലേ? ഏതെങ്കിലും പറ്റിയ അവസരത്തിൽ നിന്നോട് ശക്തി ഏകാഗ്രമായിക്കൂടെ? ഇതിന് വിദ്യകളുണ്ട്. ഒന്ന് വെളിയുള്ള ബാഹ്യമായ വിദ്യകളുണ്ട്. ഇപ്പൊ പറയത്തില്ലേ, ചില ആപ്പി ഫിസൊക്കെ കഴിച്ചിട്ട് എന്താണ് മെൻഡോസ് കഴിക്കുന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ വിഷമാവും എന്ന് പറയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയും. ഇതുപോലെ കൂട്ടുവിഷങ്ങളുണ്ട്. കൂടോത്രം എന്ന് വെച്ചാൽ ഊർജ്ജങ്ങളിൽ പ്രവർത്തിക്കാം വിഷങ്ങൾ, അതിന്റെ പേര് കൈവിഷം എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള വിഷങ്ങൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ട്. അല്ലെങ്കിൽ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കും, മുഴുത്ത കല്ല് മനുഷ്യന്ന് ഗ്രഹം പോലും പൊക്കാത്തൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാക്കി? ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതിന്റെ സൂക്ഷ്മമായ ടെക്നോളജികൾ പലതുമുണ്ട്. പല സാധനങ്ങളും കൂട്ടി കല്ലുകളൊക്കെ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ആ പശ കല്ലിനെ ഉരുക്കി ചേർക്കും. അത്രയും ടെക്നോളജി നമുക്ക് ഇന്ന് ഇല്ല പലതും. അപ്പൊ ഇങ്ങനെയുള്ള പല വിദ്യകളുണ്ട്. ആ വിദ്യകള് മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തി. പ്രകൃതിക്ക് ഗുണവും ദോഷവും ഉണ്ടെന്ന്. പ്രകൃതിയിലുണ്ട് ഗുണദോഷങ്ങൾ, മനസ്സിലായില്ലേ? അപ്പൊ ആ ഗുണത്തെ ദോഷങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തി പിൽക്കാലത്ത് രൂപപ്പെട്ടുന്ന ഊർജത്തിന്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നതാണ് കുതന്ത്രങ്ങളൊക്കെ ആയി മാറിയത്. മനുഷ്യരുടെ അഭിവൃദ്ധിക്ക് ഉപയോഗിക്കുന്ന രാസശാസ്ത്രം തന്നെ ന്യൂക്ലിയർ റിയാക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന അതേ ന്യൂക്ലിയർ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ബോംബായിട്ട് വർഷിച്ചില്ലേ? അതുപോലെ ഗുണമുള്ള സാധനങ്ങൾ ദോഷമായിട്ട് ഉപയോഗിച്ചാൽ ഇത്തരം സാധനങ്ങൾ തന്ത്രവിദ്യയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. മനസ്സിനെ ഹാക്ക് ചെയ്യുന്ന ഒത്തിരി ടെക്നോളജീസ് ഉണ്ട്. മനസ്സ് ഊർജ്ജം തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റും. ചോദിക്കുന്ന ചോദ്യങ്ങളുള്ള ഇതൊക്കെ ശാസ്ത്ര വിഷയങ്ങളാ, സയൻസ് എന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാ. ആഴത്തിൽ പഠിക്കുക, പേടിക്കാനൊന്നുമില്ല, ഊരാനും പറ്റുമില്ല. പ്രശ്നമുണ്ട്, പരിഹാരമുണ്ട്. ആവശ്യമില്ല പെടാതിരിക്കാൻ നോക്കണം. അന്ധമത സ്വാഗതം. എവിടെയാണോ ബുദ്ധി മനസ്സിൽ ഉറച്ചിരിക്കുന്നത് മരണസമയത്ത്, ശരീരം വിടുന്ന സമയത്ത് എവിടെയാണോ ഉറച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് അടുത്ത ജീവന്റെ ഗതി. ഭഗവാനെ വിളിച്ചോണ്ടൊന്നും ഭഗവാനൊന്നും കിട്ടത്തൊന്നുമില്ല. ആരാണോ പേരിട്ട് മകന് പേരിട്ട് ആ സമയത്ത് ആരാണോ ആ സമയത്ത് മനസ്സവിടെ ഉറക്കണമെങ്കിൽ തലേണ കീഴിൽ പണമൊക്കെ പാത്ത് വെച്ചിട്ട് ജാഗാൻ നേരത്തെ പണത്തെ പറ്റി ചെയ്യാൻ പറ്റുമോ? ഇവിടെ മോനെ അവിടെ ഇരിപ്പുണ്ട് പൈസ, ഇവിടെ ഇരിപ്പുണ്ട്, അത് അവിടെ ഇരിപ്പുണ്ട്, എന്റെ സ്വത്ത് കിടപ്പുണ്ട്, എടോ അതിന്റെ ഒന്നും ആധാരം എഴുതി വെച്ചിട്ടില്ല, നിന്നിന്ന് പാത്തിട്ടാ ഞാൻ എല്ലാം ഡിപ്പോസിറ്റ്. ഇതൊക്കെ ഓർമ്മ വീടായിരിക്കുമോ? ഇതുപോലെ വരും. കാരണം ഈ സമയത്ത് വിതിൻ ഫ്യൂ സെക്കൻഡ്സ് മരണമെല്ലാം വരുമ്പോൾ പ്രാണം വലിയ കോറിലേക്ക്. ഇപ്പൊ എവിടെയൊക്കെ നമ്മൾ ഡിപ്പോസിറ്റ്സ് എല്ലാം നമ്മൾ സെന്ററിലേക്ക് വരും. ഫ്ലാഷ് ഓഫ് സെക്കൻഡ് ഇതെല്ലാം ഓർമ്മ വരും. സ്വപ്നം കാണുമ്പോൾ കണ്ടിട്ടിരിക്കില്ല നമ്മള്. ചിലപ്പോ ഒരു 2-3 സെക്കൻഡേ കണ്ടു കാണും, പക്ഷെ നമുക്ക് മണിക്കൂറുകൾ സ്വപ്നം കണ്ടായിട്ട് തോന്നും, ഇല്ലേ? ടൈം നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല. ഇതൊക്കെ എക്സ്പാൻഡബിളും കൺട്രാക്റ്റബിളും ടൈം. ഇതുകൊണ്ട് ഈ ടൈമും സ്പേസും ഒക്കെ റിയൽ അല്ലെന്ന് യഥാർത്ഥം പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന സമയമൊന്നുമില്ല. ഇപ്പൊ ഇത്രയും വയസ്സ് ജീവിച്ചെന്ന് ഓർമ്മയുണ്ടോ? മെമ്മറിയിലല്ലാതെ. മെമ്മറി കിടക്കുന്നതല്ലേ ഉള്ളൂ.
അല്ലാതെ എവിടെ കഴിഞ്ഞു പോയില്ലേ? ഇന്നലെയല്ലേ നിക്കറിട്ട് റോഡ് നടന്നത്? എന്തെളുപ്പം കഴിഞ്ഞു. ഇതെവിടെ ഇരുന്നു? ഈ സമയം എവിടെ ഇരിക്കുന്നു? കലണ്ടർ അല്ലെങ്കിൽ മെമ്മറി ഡയറിയിൽ, അല്ലാതെ എവിടെ? ഇതിന് മുമ്പ് പറഞ്ഞ എനിക്ക് ഇത്ര വയസ്സായി. നീ എവിടെ വയസ്സായി? ചുമ്മാതാ കൊച്ചായി നോക്ക്. ഇപ്പൊ തന്നെ പ്രസന്നമായല്ലോ, വന്ന പോലല്ലോ ആള്. ഞാനങ്ങനെ പ്രസന്നമാണ്. അങ്ങനെ ഇരിക്കും. ദുഃഖമൊന്നുമില്ല. പിന്നെ അത് പ്രശ്നം. അപ്പൊ അസുഖങ്ങളും മാറും. പക്ഷെ അസുഖം മാറണമെങ്കിൽ അതിനുള്ള പ്രവൃത്തികളിലൂടെ ചെയ്യാം. അറിയില്ലെങ്കിൽ സാരമില്ലെന്ന്. അവിടെ വരുന്നുണ്ടൊരു പ്രാവശ്യം. സന്തോഷമായിട്ട് വെള്ളപ്പൊക്കം ഇരിക്കുന്നേ. വിളിച്ചായിരുന്നു. വെള്ളപ്പൊക്കമൊക്കെയാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ വരാൻ. മഴ മാറി വരാൻ വിചാരിച്ചില്ല. നല്ല ശല്യം. ആ സമയത്തെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാന്ന് വെച്ചാൽ വെള്ളത്തിൽ മുട്ടത്തും വെള്ളത്തിൽ നീന്തി കയറിയ ആൾക്കാർ വരും. വെള്ളപ്പൊക്കം വരിക്കും സന്തോഷം. ആരും വരത്തില്ലോ. അതിന്റെ അകത്തൊക്കെ വെള്ളം കയറുവേ. പണ്ടത്തെ പോലെ അല്ല. വീടിന്റെ അകത്ത് അവിടെ ഇരിക്കുന്നിടത്തൊക്കെ വെള്ളം കയറും. അപ്പൊ പിന്നെ ശല്യമില്ല, ആരും വരില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഈ വെള്ളപ്പൊക്കത്തിൽ ഭയങ്കര തിരക്കാണ്. ഈ പ്രാണവേദന എന്നൊരു പ്രയോഗം ശരിക്കും അല്ല, അത് പറയാൻ പ്രാണൻ പോകുമ്പോ വേദനയുണ്ടോ? അത് പ്രാണൻ പോയതിനു ശേഷം ഇതുപോലെ വേദന അല്ല, ഞാൻ ഇതൊക്കെ അനുഭവിച്ചുള്ളതുകൊണ്ട് പറയാം. നമ്മളൊന്ന് കെട്ടി തൂങ്ങി ആൾക്കാർ ചാവുന്ന കണ്ടിട്ടില്ലേ? ഇതിനെപ്പറ്റി പ്രാക്ടിക്കലായിട്ട് ഞാൻ കെട്ടി തൂങ്ങിയിട്ടില്ല, അതുകൊണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കെട്ടി തൂങ്ങിയവരുടെ ഓട്ടോപ്സി ഒക്കെ നടക്കുമ്പോൾ. ഞാനൊരു വൈദ്യനാണല്ലോ, അപ്പം നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള. അപ്പൊ അത് ആരാച്ചടി കെട്ടി തൂങ്ങുന്നുണ്ടോ? ഒരു 10 രൂപയിൽ കെട്ടിടും. അത് കറക്റ്റ് ഇവിടുന്ന് നമ്മുടെ സുഷുമ്നയുടെ കണക്ഷൻ ഇല്ലേ, മിഡ് ബ്രെയിൻ മെഡില ബ്ലൻഡ്, അവിടെ കണക്ഷൻ 1 സെക്കൻഡിൽ വിട്ടുപോകും. ഫ്രാക്ഷൻ സെക്കൻഡ്. ഇത് കണ്ടിട്ടില്ലേ? ഈ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ആർമി ആൾക്കാരെ സ്പെഷ്യൽ ട്വിസ്റ്റ് ചെയ്യും. 1 സെക്കൻഡ് ആള് ഡിസ്കണക്ട് ആയി. ആള് ചത്ത പ്രാണം വലിച്ച ആളുടെ കംപ്ലീറ്റ് ദേഹത്തിന് പോകുന്നല്ല, പിന്നെ ആ പ്രാണൻ അതിൻ്റെ ഇരിക്കാൻ പറ്റില്ല. സോ അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതാണ് രുദ്രഗ്രന്ഥിയുടെ ഭാഗമാണ്. നമ്മള് ഇതില് രുദ്രഗ്രന്ഥി എന്ന് വിളിക്കും. ആ കണക്ഷനിൽ നിന്നാണ് ഈ സുഷുമ്നയിൽ നിന്ന് ഈ കുണ്ടലിനി ആകുന്ന ഊർജം പോയി താഴെ പോയി ചുറ്റിയിരിക്കുന്നത്. അത് കണക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടിയായിരുന്നു എപ്പോഴും. ആ റീകണക്ഷന്റെ പേരാണ് കുണ്ടലിനി ഉത്ഥാനം. അത് സാധാരണ ഗതിയിൽ പെട്ടെന്ന് കണ്ടുവിടത്തില്ല. അതുകൊണ്ട് കിടന്ന് പിരിയും. പെട്ടെന്ന് കണ്ടിട്ടുണ്ടോ? കഴുത്തൊക്കെ ഇങ്ങനെ കിടന്ന് ഇതൊക്കെ കണ്ടുകാണായിരിക്കും. കടലിൽ എല്ലാം കിടന്ന് വല്ലാത്തൊരവസ്ഥ. കാലൊക്കെ തൊടയൊക്കെ മാന്തി കീറി. എന്താ കാരണം? പ്രാണം വലിഞ്ഞോണ്ടിരിക്കുക. ഈ ഓറയിലുള്ളതും പെരിഫറിയിലുള്ളതും പലർക്കും ഓറ കാണുന്നില്ല. ഈ പ്രാണം എല്ലാം കൂടെ വലിഞ്ഞോണ്ടിരിക്കും. മൊത്തത്തിലുണ്ട്. ശരീരം മൊത്തം ഇത് മൊത്തം വലിഞ്ഞ് സെന്ററിലേക്ക് വരണം. ഏത് സ്ഥലത്തേക്കാണ് അത് വന്ന് കൂടി പ്രാണൻ അവിടുന്ന് പോകുന്നത്. ഈ സമയം മുഴുവൻ കിടന്ന് പ്രൊട്ടക്റ്റിങ് കിടന്നു. ഇതുപോലെ വിഷം കഴിച്ചാലും ചിലപ്പോ ശരീരമൊക്കെ ഇതായി പോവും. ശരീരമൊന്നും നമുക്ക് അനക്കാനൊന്നും പറ്റും. പക്ഷെ ആ വേദന ഭയങ്കരമായി. പ്രാണന്റെ 20 സഞ്ചാരം വേദന ഭയങ്കരമായി വിഷം കഴിച്ചാൽ. അത് ഞാൻ അനുഭവിച്ചുള്ള കാര്യമാണ്. പരീക്ഷിച്ചിട്ടുള്ള കാര്യം അറിയാം. വെള്ളത്തിലടി മുങ്ങിക്കിടന്നിട്ടുണ്ടോ? ശ്വാസം മുട്ടി കിടന്നിട്ടുണ്ടോ? ആ സമയത്തെ പ്രാണവേദന അതിഭയങ്കരമാണ്. ഉണ്ടോ? ശ്വാസം മുട്ടുണ്ടോ? വല്ലാത്ത ഇതാ. അതും നോക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ മുങ്ങിക്കിടന്ന് ചാവാൻ വേണ്ടി കല്ല് പിടിച്ചോണ്ട് പോകും. നീന്താ അറിയുന്ന കുട്ടനാട്ടുകാരൻ എങ്ങനെ ചാവാനാ? അപ്പൊ എങ്ങനെങ്കിലും തല്ലി പറിച്ച് മുങ്ങി വരും. അതും അറിയാം. പക്ഷേ പാമ്പ് പിടിച്ച അങ്ങനല്ല മരണം. അത് ആനന്ദ ലഹരിയാ. പാമ്പ് പിടിച്ചാലും പിളർച്ചയാവുകയില്ല, സ്വിച്ച് ആവുന്നുള്ളൂ. അതും സത്യത്തിൽ മരണമല്ല. ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ പാമ്പ് പിടിച്ചാൽ മരിക്കില്ല. അതുകൊണ്ട് ദഹിപ്പിക്കുമ്പോൾ ജീവൻ ഉണ്ടാച്ച കർമ്മങ്ങളൊക്കെ വ്യത്യാസമാണ്. പാമ്പ് പിടിച്ച ആളെ ദഹിപ്പിക്കുന്നത്. ആള് മരിക്കണില്ല, ആള് സമാധിയില്ല. അത് മറിക്കാനുള്ള ഇതുള്ളതുണ്ടായി. പക്ഷേ നമ്മുടെ ഇപ്പൊ ന്യൂറോടോക്സിനാണെങ്കിൽ അതെല്ലാം നെർവസ് സിസ്റ്റത്തെ മുഴുവൻ ഫ്രീ ആക്കും. ഫുള്ള് ഫ്രീ ആവും. കൂടുതലല്ല, കംപ്ലീറ്റ് ഫ്രീ. കല്ല് പിടിച്ച പോലെ ഹൈപ്പർ ആയിട്ടുള്ള സുഖമുള്ള അവസ്ഥയാണ്. ഞരമ്പുകളൊക്കെ റിലീസ് ആവും. അവിടെ നിന്നുള്ള ചിന്തകളും പ്രാണനും ഒക്കെ വേറെയില്ല, വലിയ അതിന്റെ രീതി വേറെയാ. അതുകൊണ്ട് പരമാനന്ദ സുഖത്തില പതുക്കെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. പഴയ രീതിയിൽ ഉറങ്ങരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോയി. മൂത്രം ഒഴിക്കാൻ പറ്റിയ പാമ്പ് അടിച്ചാലും വിഷം ഇറങ്ങിപ്പോവും. അതിനുകൊണ്ടുള്ള നമ്മളെ വിധികളും ഒക്കെ എങ്ങനെയാ. ശരീരത്തിൽ കുറെ പ്രവൃത്തികളൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാം സംഭവിക്കുന്ന വെച്ചാൽ ഒരുമാതിരി സമാധി അവസ്ഥയിലാവുക. അതേപോലെ ഹിമോടോക്സിൻ ആണെങ്കിൽ വൈപ്പർ വെള്ളമൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കാറ്റ് പ്രാണൻ ഇങ്ങനെ ദ്വാരങ്ങളിൽ കൂടെ പോകുന്നുള്ള അനുഭവമാണ്. ഇതൊക്കെ അനുഭവിച്ച് പറയുന്നതാണ് കേട്ടോ. പിന്നെ അനുഭവിച്ചുള്ളവരോട് ഞാൻ അതിനൊക്കെ ചർച്ച ചെയ്തും ആരെങ്കിലും വൈദ്യന്മാരോടാണെങ്കിലും മറ്റുള്ള ഇതൊക്കെ ചർച്ച ചെയ്ത അത് പോകുന്ന ഫ്രീ. അതും ഫ്രീ ആണ്. പക്ഷെ ഇച്ചിരി പെയിൻഫുൾ ആണ്. അവരുടെ കണ്ണും വളരെ ക്രൂരമാണല്ലോ. വൈപ്പർ വർഗങ്ങളിൽ പെടുന്ന. ഇങ്ങനെ പല രീതിയിലും പ്രാണന്റെ പിടച്ചില് അതിനെ ഈ പ്രാണവേദന എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ചത്തുപോലുള്ള പിടച്ചിലൊന്നും വലിയ പ്രാണവേദനയല്ല. പിന്നെ അത്രയേറെ ഒട്ടിപ്പിടുത്തമുണ്ടെങ്കിൽ അതിനൊരു അതും പ്രാണം വലിഞ്ഞു പോയ പോലല്ലേ.
പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ, മക്കള്, ബന്ധുക്കള് അല്ലെങ്കിൽ കൂട്ടുകാരനൊക്കെ പോകുമ്പോൾ വല്ലാത്ത പ്രാണവേദന അനുഭവിക്കും. നമ്മുടെ ജീവന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന പോലല്ലേ. അതുകൊണ്ട് അനുഭവിക്കാറുണ്ട്. പക്ഷെ ഇത്രത്തോളം ഇന്റൻസ് ഒന്നും ആവില്ല. ഈ പ്രാണൻ പോയി കഴിഞ്ഞാല് ശരീരം അത് പൂർണ്ണമായിട്ട് നിശ്ചിതമാകുന്നു. അത് എന്തെങ്കിലും കണക്ഷൻ പോകുന്ന പ്രാണനായിട്ടുണ്ടോ? വേദന ശരീരത്തിലാണ്. ഈ സീരിയസ് ആണ് ഈ താല്പര്യം വളരെ ഗഹനമായിട്ട് ആയുർവേദം പറയുന്നുണ്ട്. അത് സമയം വേണം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സരളമായി പറഞ്ഞാൽ പ്രാണൻ പോകുക എന്ന് വെച്ചാൽ പഞ്ചപ്രാണനാ പോകുന്നത്. പ്രാണോദാന യാന സമാന അപാനന്മാരൊത്തുചേർന്ന് പ്രാണനായി ചേർന്ന് പോകുന്നു. പക്ഷെ അപ്പോഴും ധനഞ്ജയൻ, കൂർമൻ, സഞ്ജയൻ തുടങ്ങിയ 5 പ്രാണൻ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട്. ശരീരത്തിൽ അഗ്നി എപ്പോഴും അവശേഷിക്കുന്നില്ല. ഉടനെ ചത്തു പറഞ്ഞ ആളുടെ ശരീരം തണുക്കുകയല്ലോ. കുറച്ച് കഴിഞ്ഞൊരു തണുപ്പുണ്ട്. ആ തണുപ്പ് ശരീരത്തിൽ തൊട്ടാൽ അറിയാല്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് അറിയാം. വല്ലാത്തൊരു തണുപ്പാണ്. അതുപോലെ മരിക്കുന്ന ആള് പണ്ട് നമ്മൾ അടുത്ത് നിന്ന് കാണും. പണ്ടൊക്കെ മരിക്കുമ്പോ പിള്ളേരെയൊക്കെ കൊണ്ട് നിർത്തും. എല്ലാരും പറയും കാണാം. അങ്ങനെയല്ല, മരണത്തെ അനുഭവിക്കാനാണ്. കാരണം മരണം പണ്ട് ശാന്തിയിലേക്കാ ലയിക്കുന്നത്. എല്ലാരെയും കണ്ടാ നാരായണ, ഗോപാല എല്ലാരും വന്നോ, സാരില്ല എന്നാ പോട്ടെ, അവസാനം ഊർദ്ധം വലിച്ചു തുടങ്ങും. ഇപ്പത്തെ വലിയൊന്നും ഇല്ല, പതുക്കെ വലിച്ചു. അതല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം കെട്ടിക്കിടക്കുന്നുണ്ട് ഇങ്ങനെ കിടന്ന് വലിക്കുന്നത്. അല്ലെങ്കിൽ പതുക്കെ 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 പതിച്ച് ഏതെങ്കിലും ദ്വാരങ്ങളിൽ കിടപ്പോവും. മലവിസർജനത്തോടെ മലദ്വാരത്തിലൂടെ, മൂത്രദ്വാരത്തിലൂടെയും ചെവിയിലൂടെയും കണ്ണിലൂടെയും ഒക്കെ ഇവിടെ കൂടെ വേണപ്പാ കണ്ണ് തുറന്ന് മലന്ന് കിടന്ന്. ഇതൊന്നും അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒതുങ്ങിയവരെ കണ്ടാലും ലക്ഷണം കണ്ടാ അറിയാം. പക്ഷെ ആര് മരിച്ചാലും അവിടെ ഒരു അപാരമായ ശാന്തി അനുഭവം ഉണ്ടാവും. ശ്മശാന ശാന്തിയുടെ അനുഭൂതി ഉണ്ടാവും. ഈ ശാന്തി അനുഭവിക്കാനാണ് നമ്മളെയൊക്കെ നിർത്തുന്നത്. പണ്ട് മരിക്കുമ്പോൾ നിർത്തും. ഇപ്പം എല്ലാവരും പൈപ്പിലും കിടലും കിടലാപ്പും ഒക്കെ ഇട്ടല്ലേ എല്ലാവരും ചാവുന്നത്. ആരും മര്യാദയ്ക്ക് മരിക്കാറില്ല, കൊല്ലുകയല്ലേ. AC-യുടെ തണുപ്പ് കൊണ്ട് കോച്ചി വലിച്ചൊക്കെയാ ചാവുന്നത്. കിടക്കുന്നവനറിയാം, ആരോട് പറയാനാ. ഇതെല്ലാം സ്നേഹമാണെന്നും പറഞ്ഞ് കൊണ്ടിട്ടേക്കുക. ഉള്ള കാര്യമുള്ള കാശും പോവും, ആശുപത്രിക്കാരെ രക്ഷപ്പെടും, നമ്മുടെ പരിപാടി കുളമാവും. മരിക്കാൻ പോലും സമ്മതിക്കില്ല. മര്യാദക്ക് പ്രായം കഴിഞ്ഞാൽ നമുക്ക് മരിച്ചാൽ പോലും അതിനുവേണ്ട പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്ത് സ്വസ്ഥമായിട്ടൊക്കെ കിടക്കുക, വലിയ പീഡിപ്പിക്കാതെ അങ്ങനെ ചാകുക, അത്രയല്ലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ മരിക്കാൻ ഉള്ള ഈശ്വര അങ്ങനെയൊക്കെ സാധനം നടന്ന് പ്രാർത്ഥിക്കാം. അല്ലെ ആരെങ്കിലും പിടിച്ച് ഇതിനകത്തൊക്കെ കൊണ്ടിടും. വല്ലാത്ത അവസ്ഥയാ. ഞാൻ പല സമയത്ത് ഊർജ്ജ രൂപത്തിൽ നമ്മൾ അനുഭവിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ ഈ കിടന്ന എന്നാ തണുപ്പാന്നറിയ AC-യുടെ ഒക്കെ. നമുക്ക് അറിയത്തില്ല ഈ ICU കിടന്ന് ഒരു സ്വല്പം നമ്മൾ തന്നെ ഒന്ന് കിടന്നു നോക്കും, സ്വല്പം ഭാഗം മാറി കിടന്നത് ബുദ്ധിമുട്ടാണ്. ഈ അവസ്ഥയിലൊക്കെ വാദം ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുക, വല്ലാത്ത വേദനകളാണ്, വല്ലാത്ത അസ്വസ്ഥതകളാ. ഇതൊക്കെ അനുഭവിച്ച് പിടച്ചാ ചാവുന്നത്. എങ്ങനെ സമാനത്തിൽ മരിക്കാൻ പറ്റും? ഒരു കാരണവശാലും മനുഷ്യനോ അല്ല പ്രേതമായിട്ടല്ല ജനിക്കാൻ പറ്റുമോ? പറ്റുകയല്ല. ഇതൊക്കെ ഈ ആശുപത്രികളുടെ പരിസരങ്ങൾ മുഴുവൻ ഊർജ്ജങ്ങളുടെ വളരെ 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 ബാഡ് എഫക്റ്റാണ് ഉണ്ടാവാറുണ്ട്. പഴയ ആശുപത്രി ഘട്ടങ്ങളുടെ ശരീരം പോലും ഈ ശ്മശാനങ്ങളെ പോലെ അനുഭവപ്പെടുന്നു. നോക്കുക, സ്വയം അനുഭവിക്കുക. ഇതിനെ പറ്റി അറിഞ്ഞിട്ട് ഞാൻ ചുമ്മാ പറയുന്നതാണോ പോയി അനുഭവിച്ച് നോക്കുക. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, മാറി നിൽക്കണം എന്നൊക്കെയുള്ള അഭിപ്രായം ഉണ്ട്. പറയാനേ പറ്റൂ. ചിലർക്ക് വായിക്കണം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മരണത്തിന് ശേഷം 10-11 അല്ലെങ്കിൽ 16 വരെ ഒരു നീല വെളിച്ചമായിട്ട് ആ ശരീരം കിടന്ന ഭാഗത്തെ ചുറ്റിച്ചെത്തി ആത്മാവല്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ അത് ശരിയാണോ? ചിലർക്ക് പറയുന്നു വായിക്കുന്നു. കർമ്മത്തെ ആശ്രയിച്ചിരിക്കും. ഏതായാലും 2-3 ദിവസമൊക്കെ സുഖമായിട്ട് കറങ്ങും. ചിലർക്ക് 10-15 ദിവസമൊക്കെ കറങ്ങി നടക്കും. അത് നീല വെളിച്ചവും വെട്ടവും വാങ്ങിയൊന്നും അല്ല. അങ്ങനെയൊക്കെ അതിനെ വർണ്ണിക്കുന്നുണ്ട്. ഉടനെ ചിലപ്പോൾ ജന്മം എടുത്ത് ഇപ്പൊ പറഞ്ഞ തലേണക്കെടി പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ കയറി വരും, എഴഞ്ഞു വരും. തലേണക്കീഴി പാമ്പ് കയറി അടിച്ചു കൊന്ന് വെളിയിടും. ആരാ മറന്നൊന്ന അച്ഛനെയാ. പല വീട്ടിലും പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ശരിക്കും നോക്കുക. അച്ഛനമ്മമാരെയൊക്കെ കാണാൻ പറ്റും, പൂർവ്വരെയൊക്കെ കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കുക, കണ്ണോർന്ന് നോക്കുക. ഈ ഒട്ടിപ്പിടിച്ച് കുടുംബത്തിൽ കിടക്കുന്നുണ്ടാവും. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഭാര്യ ഭർത്താക്കന്മാരാവുന്നത്. കടം തീർക്കാൻ വേണ്ടിയാ. അതിൽ എല്ലാ ഈ മക്കളും ഇതും ബന്ധുക്കളുമായിട്ട് ഈ പെട്ട് കിടക്കുന്ന ജീവൻ ഇത് അവിടുന്ന് എവിടെ ഊരിപ്പോവാനാ. അതുകൊണ്ടായി കുടുംബത്തിലെ ബന്ധമൊക്കെ പതുക്കെ പതുക്കെ അറുത്ത് കളയണമെന്ന് പറയുന്നത്. എല്ലാം അറുത്ത് മാറ്റിക്കണം. ഇല്ല, വലിയ പാടായത്. അവിടെ തന്നെ വട്ടം കറങ്ങി നടക്കും. ആള് ചത്താൽ പിന്നെ പ്രേതമാ. എന്തിനീ കർമ്മങ്ങൾ ചെയ്തത്? അപ്പം കർമ്മം ചെയ്യുന്ന അവിടെ ഇരിക്കുന്നവര് ഒഴിവാക്കി തരുന്ന നമ്മളെ. അറ്റാച്ച്മെന്റ് വിട്ടേത് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുമ്പോ വിടണം, ചത്തു കഴിഞ്ഞിട്ടല്ല. ചത്തു കഴിഞ്ഞ് വിടാനൊന്നും പറ്റില്ല. കാരണം അവിടെ ശരീരമില്ല, അവിടെ കേവലം മനസ്സ്, പ്രാണൻ, ഇത് രണ്ടേ ഉള്ളൂ.
ഇവിടെ വയ്ക്കുന്ന ആഗ്രഹം ഇപ്പോഴേ ചെയ്തോണം. ഇപ്പൊ ഈ നിമിഷം അതുകൊണ്ടാ ഇപ്പൊ ജീവിക്കാൻ പറയാറ്. അതാണ് ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു പോയില്ലെങ്കിൽ അതിനു വേണ്ടി വീണ്ടും ഇരിക്കും പറയും. അതുകൊണ്ട് തന്നെയാ ജീവിക്കുന്നത്. കാരണം കർമ്മങ്ങളും കർമ്മബന്ധങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ തീർത്തിട്ട് വേണം നമ്മൾ പോകാൻ. എല്ലാം തീരെ നമ്മളെ കൊണ്ട് ഈശ്വരനെ അഭയം പ്രാപിക്കുക. അല്ല നമ്മളെ കൊണ്ട് എന്താ പറ്റുക? നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യുക. എല്ലാം തീർത്ത് പോകാമെന്ന് പറ്റുന്നൊക്കെ ചെയ്യുക. പുതിയ ഉണ്ടാക്കാതിരിക്കുക. പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നാലത്തിൽ പോകുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആ കാലം എന്ന് പറഞ്ഞ കാലമൊന്നും ഇല്ലെന്ന്. അത് ആക്സിഡന്റ് ഈസ് ആൻ ഇൻസിഡന്റ്. ഒക്കെ എല്ലാം നമ്മുടെ പഴയ പ്ലാനിങ് അനുസരിച്ച് നമ്മുടെ കർമ്മം അനുസരിച്ചൊക്കെ വരുന്നതാ. ആക്സിഡന്റ് തോന്നുന്നു. വിളിച്ചിരുമ്പോ ഇജ്ജ് പറഞ്ഞില്ലോ നാളെ സാറ്റിയുടെ കാര്യം പറഞ്ഞില്ലോ. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം ഒരേ രീതിയിൽ മരണപ്പെട്ടു. അപ്പൊ അവരുടെ എല്ലാ കർമ്മങ്ങളും ഒന്നായിരുന്നോ? എനിക്കറിഞ്ഞുകൂടാ. അവരുടെ കർമ്മം ഒന്നായിരിക്കാം അല്ലായിരിക്കും. അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കാണണം. നമുക്ക് എങ്ങനെ അറിയാം? ഒരാൾ എത്ര പേരെ കൊല്ലുന്നുണ്ട്? അത് എത്ര പേര് കൂടി എത്ര പേരെ കൊല്ലുന്നുണ്ട്? ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങൾ ഒരു റൂമിന്റെ കൂട് മുഴുവൻ തീർത്ത് എത്ര പേര് നിങ്ങൾ കൊന്നു? ചെയ്യാറുണ്ടേ? നമ്മള് വെച്ച് വിഷം അടിക്കുന്നു പറമ്പിൽ പുല്ലിനൊക്കെ വിഷം. എത്ര കോടിക്കണക്കിന് ജീവജാലങ്ങളെ കൊല്ലുന്നുണ്ട്. എന്താ മനുഷ്യന് മാത്രമേ വിലയുള്ളൂ? അങ്ങനെ വിചാരിക്കും. മനുഷ്യ ജീവിതത്തിൽ ഇതിന്റെ അപ്പുറം കിടക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ജീവൻ ഒന്നു തന്നെയാ, ഒരേ ഈശ്വരൻ തന്നെയാ. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ചായ കുടിക്കുമ്പോ എത്ര അണുക്കളെ കൊന്നിട്ടിറക്കി ചായ അല്ലേ? കൊലപാതകം നിലനിടക്കുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ആ ഭക്തിയിലെ ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആശ്രയം അഭയം പ്രാപിക്കുന്നത്. ഈശ്വര രക്ഷിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റുക, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ പുറത്ത് സൃഷ്ടിക്കേണ്ടി വരുന്നത്. ഈ സൃഷ്ടിക്കപ്പെട്ട ഈശ്വരനും ഞാനും ഒന്നാം തിരിച്ചറിയണം. ചെയ്തതൊക്കെ ഞാൻ അനുഭവിച്ചേ ഉള്ളതെന്നും അറിയണം. ഈശ്വരൻ ഒന്നും ചെയ്യില്ല. ഈശ്വരൻ നിഷ്ക്രിയനായിട്ട് നിഷ്കാമനായിട്ട് ഇരിക്കും. അവനെന്നെ കൊണ്ട് പണി ചെയ്യിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്യും. അർജുനൻ പറയുന്നത് എന്താ? എനിക്ക് സന്യസിച്ചാൽ മതിയേ, എനിക്ക് ആരെയും കൊല്ലണ്ടേ. ഇവരെയൊക്കെ കൊന്നിട്ട് പിന്നെ ഞാൻ ഇവരുടെ കൂടെ ജീവിക്കാനല്ലേ ആഗ്രഹിച്ചത്? ഇവരെയൊക്കെ കൊന്നാൽ പിന്നെ എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് കൊല്ലണ്ട. കൂടാതെ എങ്ങാനും യുദ്ധം നടന്ന് ഈ ആണുങ്ങളൊക്കെ ചത്ത പെണ്ണുങ്ങളെല്ലാം കുലഭ്രഷ്ടകളാവും. ഇവരെയൊക്കെ വല്ലവരും ഒക്കെ കെട്ടിക്കൊണ്ടു പോകും. നമ്മുടെ കുലവേ നശിച്ചു പോകും. പിന്നെ അതുകൊണ്ട് എനിക്ക് സന്യസിച്ചാൽ മതിയേ. അർജുനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് സന്യാസി ഭവ, യോഗി ഭവ എന്ന് പറയുന്നത് കൃഷ്ണൻ പറയുന്നത്. ഏതാ എഴുന്നേക്കളെ യുദ്ധം ചെയ്യുക, എന്നിട്ട് പറയും സന്യാസി ഭവ യോഗി ഭവ. അപ്പൊ ഇത് കോൺട്രഡിക്ഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ? കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല അവിടെ. കൃഷ്ണൻ പറയുന്ന സന്യാസം എന്താ നമുക്ക് മനസ്സിലാവാത്ത? നമ്മൾ ഈ ബാഹ്യ സന്യാസമായിട്ട് കാണുന്നു, ബാഹ്യ ജീവിതമായിട്ട് കാണുന്നു. ആന്തരിക ജീവിതത്തെ പറ്റി അവിടെ കൃഷ്ണൻ പറയുന്നതൊക്കെ അതിൻ്റെ അകത്തൊരു കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ ബുദ്ധി കോൺട്രഡിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ കോൺട്രഡിക്ഷൻ കാണുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ശരി തെറ്റുകളോ നന്മ തിന്മകളോ ഒന്നും അല്ല. അവനവന്റെ ജീവിതത്തിൽ എന്താണോ നമ്മളെ കൊണ്ട്, അതുപോലെ അവനവന്റെ കാര്യങ്ങൾ നേടിയാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാ. കുറഞ്ഞ പക്ഷം പരോപകാരാർത്ഥം ഇതം ശരീരം. അല്ല, നമുക്ക് നമ്മുടെ ജീവിതം കഴിഞ്ഞു കിട്ടിയാൽ നമ്മൾ സ്വതന്ത്രരായാൽ പിന്നെ നമ്മുടെ പണി ഇതാ. എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഞാൻ പറഞ്ഞ പോയി പൊളിറ്റിക്സിൽ കയറി പോയി വഴിയൊക്കെ ശരിയാക്കാൻ, ഇതൊക്കെ രോഗങ്ങളാ. രോഗമൊന്നുമില്ല. നമ്മൾ സന്തോഷത്തോടിരിക്കുക, വരുന്നവർക്ക് സന്തോഷം പറഞ്ഞു കൊടുക്കുക. ഇത് നമുക്കറിയില്ല. ഇതാണ് നമ്മുടെ ധർമ്മം. നമ്മൾ മനസ്സിലാക്കിയിട്ട് പോവാം. അതായത് ജീസസ് തന്റെ ഫ്രണ്ടായിട്ടുള്ള ലാസറിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്, അത് എങ്ങനെയാ? അത് ജീസസ് കണ്ണില്ലാത്തവന് കണ്ണു കൊടുത്തു, മുടന്തനെ കാല് ശരിയാക്കി കൊടുത്തു. ഇത്രയല്ലേ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കുരിശെ കിടന്നപ്പോ ക്രിസ്തു എന്താ പറഞ്ഞേ? ദൈവമേ, നീയും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ പറഞ്ഞ എന്താ? നിന്റെ ഇച്ഛ നടക്കട്ടെ എന്ന്. ഇതെല്ലാം കൂട്ടി വായിക്കേ. നമ്മള് അധ്യാത്മ സാധനയുടെ തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ ഒരു മഹാപുരുഷനായിട്ട് അങ്ങനെ കണ്ട. ക്രിസ്തു പറഞ്ഞിട്ടില്ല അങ്ങനെ. ക്രിസ്തു ഈശ്വരന്റെ പുത്രനാണ്. എന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഓരോരുത്തരും ഈശ്വരന്റെ മക്കളാണ്. ഈശ്വരനും, അതായത് പിതാവും ഞാനും രണ്ടല്ല എന്ന് ക്രിസ്തു പറഞ്ഞു. എന്റെ അർത്ഥം എന്താണ്? അഹം ബ്രഹ്മാസ്മി. ബ്രഹ്മം തന്നെയാണ് എന്റെ രൂപത്തിരിക്കുന്നത്. തത്വമസി, അത് തന്നെയാണ് നിങ്ങളും. അപ്പോ നമ്മൾ എന്താണ് ആവേണ്ടത്? ക്രിസ്തു ആവുക എന്നുള്ളതാണ് ക്രിസ്തു ദർശനം. ക്രിസ്ത്യാനി ആവാനല്ല. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനി ആകുന്ന വെച്ചാൽ എന്താ? ക്രിസ്തുവിനെ എടുത്ത് റോമക്കാർ പ്രതിഷ്ഠിച്ച് അവര് ബിസിനസ്സുകാരനാക്കി, അല്ലേ? ക്രിസ്തു ഒരിക്കലും ക്രിസ്ത്യാനി ആയിരുന്നില്ലല്ലോ. ക്രിസ്തു നമ്മുടെ ഗുരുവാണ്. ബുദ്ധൻ നമ്മുടെ ഗുരുവാണ്. ശങ്കരൻ നമ്മുടെ ഗുരുവാണ്. ഇതൊക്കെ ഗുരുക്കന്മാരുടെ രൂപങ്ങളാ. ശരിക്കും അവര് നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രിസ്തു പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. പല ഗുരുക്കന്മാരുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ക്രിസ്തു ജീവിതത്തിൽ മാത്രമല്ല. അതിനെ കച്ചവടക്കാർ പൊലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ബാക്കി ഭാഗം സൂഫി കഥകളിലൂടെ വായിക്കണം. ഈ ക്രിസ്തു തിരിച്ച് ചെന്നപ്പോ കുരുടൻ വന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മുടന്തരും കൂടുന്നുണ്ട്. പങ്കും ലംഘയതേ ഗിരുന്നുണ്ട് ഗീതയുടെ ആദ്യത്തില്. അതായത് മുടന്തനെ പർവ്വതം കയറ്റുവന്ന ഇതൊക്കെ കഥകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഴത്ത് നോക്കുന്നവന് കാണാൻ പറ്റും. എല്ലാം ഒന്നാന്ന് കാണാൻ പറ്റും. അല്ലാത്തവനൊക്കെ ഇത് മതങ്ങളായി മാറും. അറിഞ്ഞവനോ ഇത് ആധ്യാത്മിക അനുഭൂതികളുടെ രഹസ്യങ്ങളാണെന്നും പിടികിട്ടും. ഇയാൾ വന്ന് വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ഇത്രയും നാൾ എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു, കാരണം കണ്ണില്ലാത്തതുകൊണ്ട് എന്നെ എല്ലാവരും സഹായിക്കുമായിരുന്നു. മുടന്തനും പറയും എന്നെ സഹായിക്കാറുണ്ട്. കുരുടൻ പറയും എനിക്കിപ്പോ കണ്ണ് കാണാം, എന്റെ മനസ്സ് മുഴുവൻ കാമം നിറഞ്ഞിരിക്കുന്നു, എനിക്ക് എവിടെ നോക്കിയാലും ഈ കാമസ്വരൂപത്തെ മാത്രം കാണും, നീ എന്ത് ദുഷ്ടത്ര എന്നോട് പ്രവർത്തിച്ചത്. കാലിൽ നിന്നും പറഞ്ഞു എനിക്കും ഒരു പട്ടിണിയില്ലാതെ കഴിച്ചു, എനിക്കാണോ ആരും പണിയും തരുന്നില്ല, എന്റെ ജീവിതം വലിയ കഷ്ടപ്പാടിലാണ്. ഇതാണ് അത്ഭുത പ്രവൃത്തികളുടെയൊക്കെ പരിണിത ഫലം. സൂഫി കഥകളിലുണ്ട് ഇതിന്റെയൊക്കെ ഭാഗങ്ങൾ. അപ്പൊ അത് മനസ്സിലായിക്കൊള്ളുക. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ക്രിസ്തു അല്ല. നമ്മൾ എന്തുകൊണ്ട് കുരിശിനെ പൂജിക്കുന്ന ആൾ ആദ്യം ക്രിസ്തു പറഞ്ഞു, ക്രിസ്തുവും വിചാരിച്ച അത്ഭുതം സംഭവിക്കും, പിതാവിനെ രക്ഷിക്കുന്നു. കൊണ്ട് തറച്ചു കഴിഞ്ഞപ്പോ പിടികിട്ടി ഇല്ല. ഒരു നിമിഷം കൊണ്ട് ക്രിസ്തുവിന് ബോധം വന്നു, നിന്റെ ഇച്ഛയല്ലേ, നീയല്ലേ എന്നെ വളർത്തിയത്, നീ എന്നെ നിന്റെ പുത്രനായി എന്നെ പരിപോഷിച്ചു, നിന്റെ ഇച്ഛ ഇതാണെങ്കിൽ അത് നടക്കട്ടെ. ഈ മഹാപ്രാർത്ഥന ആഘോഷിക്കുന്ന പ്രാർത്ഥന തേരി മർജി പൂരൺ ഹോ, നിന്റെ ഇച്ഛ നടക്കട്ടെ. ക്രിസ്തു അത് തന്നെ പ്രാർത്ഥിച്ചു, നിന്റെ ഇച്ഛ നടക്കട്ടെ. കാരണം ആ നിമിഷം മനസ്സിലായി നിന്റെ ഇച്ഛയായത് കുരിശെ തിറക്കി വെടിവെച്ച് കൊല്ലുക, കണ്ണ് ചൂഴി നടക്കുന്ന എടുക്ക്, നിന്റെ ഇച്ഛയാണ്. ആ അവസ്ഥ എത്തിയ മഹായോഗിയാണ്. അത് ക്രിസ്തുവിന് കുരിശിലാണ് അത് കിട്ടിയതുകൊണ്ട് നമ്മൾ കുരിശിനെ പൂജിക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷെ കുരിശിന്റെ രഹസ്യം ഇവിടെ ഉണ്ട് തന്ത്രത്തില്. അത് വേറെ തലം, അത് കണ്ടറിയേണ്ടത്. മനസ്സിലായി? എല്ലാരും തറച്ചു കിടക്കുക ഇതിന്റെ അകത്ത്. തിരുമ്പ് ചോദിച്ചില്ലേ വിഷമം, തറച്ചു കിടക്കുക കുരിശയില്. പക്ഷെ നിന്റെ ഇച്ഛയാന്നൊന്നും വിട്ടുകൊടുക്കത്തില്ല. അമ്മച്ചി കരഞ്ഞാൽ എന്റെ പ്രശ്നമാവും, ലോകത്തെ പ്രശ്നം മുഴുവൻ എന്റെ ആവും. ഒന്ന് കുരിശൻ ഇറക്കി കൊടുത്താൽ മതി, പുനർജനിക്കട്ടെ. എത്ര നാളാ പുനർജനിച്ചത്? 3 തത്വങ്ങൾ കടന്നപ്പുറം പോയി. നമുക്കൊരു കാര്യം കൂടെ ചെയ്ത് നിർത്താം. എല്ലാവരും ഒന്ന് ഇവിടുന്ന് ചുമ്മാ സ്വസ്ഥമായിട്ട് നിന്നിരുന്ന് പതിയെ അവിടെ നിന്ന് ഉണർന്ന്, ഉറക്കത്തിൽ നിന്ന് ഗാഠത്തിൽ നിന്ന് ഉണർന്ന് ഒരു കുട്ടിയെ പോലെ പ്രസന്നമായിട്ട് സന്തോഷത്തോടെ ഒരു മനോഹരമായ പുഞ്ചിരിയോടുകൂടി ഒരു പുതിയ ലോകത്തിലേക്ക് കണ്ണുകൾ തുറക്കുക. ചിരി എവിടെ പോയി? ചിരിച്ചുകൊണ്ട് വാ. കുറച്ചു നേരം ഒന്നും കുഞ്ഞായിരിക്കും, വീട്ടിൽ പോയിട്ട് ടെൻഷൻ എടുക്കാന്ന്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. സന്തോഷമായിരിക്കുക. ഹരി ഓം തത്സത്. ഓം.